മോളെ, പുസ്തകത്തിൽ എന്തായി തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏതെങ്കിലും ധീരരാജ്ഞിയെ ആസ്പദമാക്കി ഒരു നൃത്താവിഷ്കാരം ചെയ്യണമെന്ന് സ്കൂളിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് പാഠപുസ്തകത്തിൽ തിരയുകയായിരുന്നു ഞാൻ. ആഹാ, അങ്ങനെയാണെങ്കിൽ ചരിത്രത്താളുകളിൽ എവിടെയോ മറഞ്ഞിരുന്ന 300 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ ഈ പുണ്യഭൂമിയിൽ ഒരു പുണ്യജന്മമായി ആവിർഭവിച്ച ആ ധീരയായ മഹാറാണിയുടെ കഥ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഒരു മഹാറാണി ഇവിടെ ഉണ്ടായിരുന്നു അമ്മേ. എന്നാൽ എനിക്ക് കേൾക്കണം ആ മഹാറാണിയുടെ കഥ. അതിനെ നമുക്കൊരു യാത്ര പോകണം, അങ്ങ് മഹാരാഷ്ട്രയിലേക്ക്. A vivid glimpse into our past. അന്നത്തെ മറാഠ സാമ്രാജ്യം. പതിനെട്ടാം നൂറ്റാണ്ടാണ് കാലം. ഔറംഗസേബിന്റെ മരണത്തിന് ശേഷം മുഗളന്മാരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഡെക്കനിലാണെങ്കിൽ മറാഠകളുടെ ആധിപത്യം കുതിച്ചുയരുകയും മറാഠ രാജാവ് നാമമാത്രമാകെ യഥാർത്ഥ അധികാരവും ശക്തിയും പ്രധാനമന്ത്രി അല്ലെങ്കിൽ പേഷ്വായുടെ കരങ്ങളിലായിരുന്നു. മാൾവയുടെയും രാജസ്ഥാനിന്റെയും പല പ്രദേശങ്ങൾ സ്വന്തമാക്കി മറാഠ സേന വിജയഗാഥ തുടരുന്ന കാലം. അങ്ങനെയുള്ള ചില പ്രദേശങ്ങൾ പേഷ്വ ബാജിറാവു ജാഗീറായി അദ്ദേഹത്തിന്റെ പല സേനാ മേധാവികൾക്ക് ശാസനത്തിനായി സമ്മാനിച്ചു. അതിൽ മാൾവയുടെ ജാഗീർ 1730 കരസ്ഥമാക്കി ഇൻഡോറിനെ തലസ്ഥാനമാക്കി ഹോയ്ക്കാർ രാജവംശം സ്ഥാപിച്ചു. മൽഹാർ റാവു ഹോയ്ക്കാർ. ഒരിക്കൽ ഒരു സൈനിക പര്യവേഷണം കഴിഞ്ഞ് ഇൻഡോറിലേക്ക് മടങ്ങുന്ന വഴിക്ക് മൽഹാർ റാവു ഹോയ്ക്കാർ ചൌണ്ടി ഗ്രാമത്തിലെത്തി. സമയം സായം സന്ധ്യ. ഗ്രാമത്തിന്റെ ശിവക്ഷേത്രത്തിൽ മധുരവാണിയിൽ ആരതി ആലാപനം. ജഗദീശ സുരേശ ഭവേശ വിഭോ പരമേശ പരാത്പര പൂതാപീത പ്രണതം പതിതം ഹത ബുദ്ധിബലം പ്രണതം പതിതം ഹത ബുദ്ധിബലം ജനതാരണതാരയ താപീതകം ജഗദീശ സുധീശ ഭവേശ വിഭോ. ഭക്തിസാന്ദ്രമായി ആ മധുരസ്വരത്തിൽ ലയിച്ചിരുന്നു പോയ മൽഹാർ റാവു നോക്കുമ്പോൾ അതാ അവിടെ ഒരു 7-8 വയസ്സുകാരി. എന്തെന്നില്ലാത്ത തേജസ്സുള്ള ഒരു മുഖം,